കിഫ്ബി മസാല ബോണ്ട് കേസിലെ ഇഡി നോട്ടീസ് രാഷ്ട്രീയ പ്രേരിതം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10ലേക്ക് സ്വാഗതം. കിഫ്ബി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട ഇഡി നോട്ടീസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ബിജെപിക്കും യുഡിഎഫിനും വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാണിതെന്നും മുൻ മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള കലാപരിപാടിയാണിത്. തിരഞ്ഞെടുപ്പ് കാലത്ത് ബിജെപിക്ക് വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ കളിയാണിതെന്ന് കുറ്റപ്പെടുത്തിയ അദ്ദേഹം ആദ്യം മസാല ബോണ്ട് ഇറക്കാൻ കിഫ്ബിക്ക് അധികാരമില്ലെന്നും പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവതയെ പരസ്യമായി അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വർ റിമാൻഡിൽ. തിരുവനന്തപുരം സൈബർ പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത്. യുവതി ലൈംഗിക പീഡന പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടു നിന്ന് മുങ്ങിയത് യുവനടിയുടെ ചുവന്ന കാറിലെന്ന സൂചന. പാലക്കാട് നിന്ന് ഈ കാറിൽ യാത്ര പുറപ്പെട്ട രാഹുൽ സംസ്ഥാനം വിട്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് രാഹുലിനെ കാണാതായത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ CBI അന്വേഷണമടക്കം ആവശ്യപ്പെട്ട BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയിൽ പിഴവുകളുണ്ടെന്ന് ഹൈക്കോടതിയുടെ മുൻ ഉത്തരവുകൾ പരിശോധിക്കാതെയാണോ ഹർജി നൽകിയതെന്ന് ചോദിച്ച കോടതിയുടെ ദേവസ്വം ബെഞ്ച് ശരിയായ വസ്തുതകളുമായി സമീപിക്കൂ എന്നും പറഞ്ഞു. ഇന്തോനേഷ്യ, ശ്രീലങ്ക, തായ്ലൻഡ്, മലേഷ്യ എന്നീ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലുമായി മരിച്ചവരുടെ എണ്ണം 1000 കടന്നു. ഒരാഴ്ചക്കിടെ 502 പേർ ഇന്തോനേഷ്യയിലും 335 പേർ ശ്രീലങ്കയിലും 176 പേർ തായ്ലൻഡിലും 3 പേർ മലേഷ്യയിലും മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക്. 2036 ഒളിമ്പിക്സ് വേദി തിരുവനന്തപുരമായിരിക്കുമെന്ന BJP പ്രകടന പത്രികയിലെ വാഗ്ദാനം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പച്ചക്കള്ളമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഗുജറാത്തിലെ അഹമ്മദാബാദ് സിറ്റിയെ ഒളിമ്പിക്സ് വേദിയാക്കാൻ തീരുമാനിച്ച് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിക്ക് കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ ലെറ്റർ ഓഫ് ഇന്റന്റ് കൈമാറി കഴിഞ്ഞു. ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ച് വോട്ട് തട്ടാനാണ് രാജീവ് ചന്ദ്രശേഖരനും BJPയും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എഴുത്തുകാരിയും അധ്യാപികയുമായിരുന്ന B സരസ്വതി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. ഏറ്റുമാനൂരിലെ വസതിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അന്ത്യം. ഭർത്താവ് പരേതനായ ME നാരായണക്കുറുപ്പ്, മക്കൾ പ്രശസ്ത ഛായാഗ്രാഹകനും ചലച്ചിത്ര സംവിധായകനുമായ വേണു N രാമചന്ദ്രൻ. SIR ജോലി സമ്മർദ്ദത്തെ തുടർന്ന് UPയിൽ BLO ആത്മഹത്യ ചെയ്തു. ജീവനൊടുക്കുന്നതിനു മുൻപ് വീഡിയോ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. മൊറാദാബാദിലാണ് സംഭവം. 46-കാരൻ സർവേഷ് സിംഗ് ആണ് ആത്മഹത്യ ചെയ്തത്. നടി സാമന്തയും സംവിധായകൻ രാജും വിവാഹിതരായി എന്ന അഭ്യൂഹങ്ങൾ പുറത്തുവരുന്നു. ഇരുവരും കോയമ്പത്തൂരിലെ ലിംഗഭൈരവി ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. 30ഓളം അതിഥികൾ വിവാഹത്തിൽ പങ്കെടുത്തതായും റിപ്പോർട്ടിൽ പറയുന്നു. ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിനു പിന്നിലെ വൈറ്റ് കോളർ ഭീകര ശൃംഖലയുമായി ബന്ധപ്പെട്ട കശ്മീരിലെ 8 ഇടങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തി. പുൽവാമ, ഷോപ്പിയാൻ, കുൽഗാം ജില്ലകളിലെ 8 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.